بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 9-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. ഈ ആയത്തിൽ മുനാഫിക്കുകളുടെ ബാക്കി ഭാഗങ്ങളാണ് വിശദീകരിക്കുന്നത്. 8 മുതൽ മുനാഫിക്കുകളെ കുറിച്ചാണ് അല്ലാഹു തആല പ്രതിപാദിക്കുന്നത്. അതിന്റെ ബാക്കിയാണ്. അവർ മുഅ്മിനീങ്ങളെ അല്ല എന്ന് വായ കൊണ്ട് മുഅ്മിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തല്ല, അല്ലാഹു തആല അവരുടെ ഈമാനെ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അതിന് കാരണങ്ങളാണ് ശേഷമുള്ള ആയത്തിൽ പറഞ്ഞത്. എന്താണ് അവർ മുഅ്മിനീങ്ങളെ അല്ല എന്ന് അല്ലാഹു തആല എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് പ്രസ്താവിക്കുന്നത്? വെറുതെ അല്ല പ്രസ്താവിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളാണ് ശേഷം ഇങ്ങനെ വിശദീകരിക്കുന്നത്. നോക്കാം. അപ്പോ അവരുടെ ആ ചെയ്തികളുടെ മോശത്തരം അല്ലാഹു തആല അറിയുന്നുണ്ട്. ആ അറിയുന്നത് പ്രവാചകൻ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ആയത്തിലൂടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ ചെയ്തികൾ ഇങ്ങനെ അറിയിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബോധം ഉണ്ടെങ്കിൽ അവർക്ക് തിരുത്താനുള്ള ഒരു ഇതുണ്ട്, ഒരു ചാൻസും കൂടി ഇതിൽ ഉണ്ട്. നോക്കാം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. യുഖാദിഊന, ഖാദ യുഖാദിഊ എന്നാണ്. ഖദ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതി എന്നാണ് അർത്ഥം. ഖദ എന്നാൽ എന്താണ്? ചതി എന്നാണ്. അതായത് നമ്മള് അപ്പുറത്തുള്ള ആളെ എന്ത് ചെയ്യുക, നമ്മള് അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തില് നമ്മള് നല്ലത് അയാളിൽ വിചാരിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ നേരെ വിപരീതം എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ് ഏത്? ചതി എന്ന് പറയുന്നത്. യുഖാദിഊന അല്ലാഹ്, അവർ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? വഞ്ചന, ചതി കാണിക്കുകയാണ്. അള്ളാഹുവിനോട് ചതി പറഞ്ഞാല് ശരിക്ക് ഇവര് ഡയറക്റ്റ് അള്ളാഹുവിനോടല്ല ചതി കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പ്രവാചകനോടുള്ള ചതി ആരോടുള്ള ചതിയാണ്? അള്ളാഹുവിനോടുള്ള ചതിയാണ്. അപ്പൊ പ്രവാചകന്റെ ഒരു സ്ഥാനമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ ചെയ്യുന്ന ചതി, അത് നബിതങ്ങൾ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിന്റെ നന്മകൾ കൽപ്പിക്കുന്നതാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിലക്കുന്നവരാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദറജയുണ്ട്. അപ്പൊ നബിയോടുള്ള ചതി യഥാർത്ഥത്തിൽ ആരോടുള്ള ചതിയാണ്? അള്ളാഹുവിനോടുള്ള ചതിയാണ്. അപ്പൊ യുഖാദിഊന അല്ലാഹ, അള്ളാഹുവിനോട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വഞ്ചന കാണിക്കുന്നുണ്ട്. വല്ലദീന ആമനു, ആരോടും? വിശ്വാസികളായ ആളോടും ചതി കാണിക്കുന്നുണ്ട്. വിശ്വാസികളോട് അവരെന്താ ചതി കാണിക്കുന്നത്? വിശ്വാസികളോട് അവരെന്താ പറയുന്നത്? ഞങ്ങള് ആരാണ്? മുഅ്മിനീങ്ങളാണ് എന്ന് അവർ വിശ്വാസികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞ് നടക്കുന്നുണ്ട്. പാവപ്പെട്ട വിശ്വാസികളാണെങ്കിലോ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരാരാണ്? മുഅ്മിനീങ്ങൾ തന്നെയാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസികള് വിശ്വസിക്കുന്നു. കാരണം അവരുടെ ഇടയിൽ ഇവരാരായിട്ട് അഭിനയിക്കുന്നുണ്ട്? മുഅ്മിനീങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അതൊരു എന്താണ്? ഒരു തരം ചതിയാണ്, അല്ലേ? നമ്മൾ ചിലരെ പറ്റി പറയാം, അവർ നമ്മളെ ആളായിട്ടാണ് നമ്മളെ മുമ്പിൽ നിന്നത്. പക്ഷെ അപ്പുറത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരാരാണ്? ചതിയാണെന്ന്. അപ്പൊ വിശ്വാസികളുടെ ഇടയിൽ അവരാരായി നിൽക്കുകയാണ്? മുഅ്മിനീങ്ങളായി നിൽക്കുകയാണ്. അതാണ് വിശ്വാസികളോട് അവര് ചതിക്കുന്നത്. പക്ഷെ വമാ യഖ്ദഊന, അവർ വഞ്ചന നടത്തുന്നില്ല. ഇല്ല അൻഫുസഹും, അവരോട് അല്ലാതെ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ പറ്റി ചതിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളെ ചതിക്കുന്നുണ്ട്. പക്ഷെ ആ ചതിയൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? പ്രവാചകനോടോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളോടോ അല്ല. ആ ചതിയൊക്കെ ശരിക്കും ആരോട് തന്നെയാണ്? സ്വയം ചതിയാണ്. അവരോട് തന്നെ ചതിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്താണ്? ആ ചതിയുടെ എഫക്റ്റ് യേശുന്നത് പ്രവാചകനോ അല്ലെങ്കിൽ ആർക്കല്ല, മുഅ്മിനീങ്ങൾക്കോ അല്ല. അതിന്റെ റിയാക്ഷൻ വരുന്ന ആർക്ക് തന്നെയാണ്? അവർക്ക് തന്നെയാണ് എന്നാണ് അത് മനസ്സിലാവുന്നത്. അവരവരോട് ചതിക്കല്ല, പക്ഷെ അവരുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലം, ആ ചതിയുടെ എല്ലാ ദൂഷ്യഫലങ്ങളും വരുന്നത് ആർക്കാണ്? അവർക്ക് തന്നെയാണ്. അപ്പൊ ശരിക്കും അവർ ആരോടെ ചതിക്കുന്നത്?
അവരോടാണ് ചെയ്യുന്നത്. ആ ചതിയുടെ എല്ലാ ഇടങ്ങേറും പിന്നെ അതിന്റെ മുഴുവൻ പിന്നെ എഫക്റ്റും അവരിലേക്ക് വരും. അല്ലാതെ അവരല്ലാത്ത ഒരാളിലേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ എഫക്റ്റ് പോവില്ല. അപ്പൊ മനസ്സിലാക്കുന്ന സംഗതി എന്താണ്? ഒരു മനുഷ്യൻ ചതി നടത്തിയാൽ ആ ചതിയുടെ അതാണ് ആ കുതന്ത്രം ചതി ഒരാൾ പ്രയോഗിച്ചാൽ ആ ചതിയുടെ എഫക്റ്റ് അവസാനം ആർക്കെന്നെ ചെല്ലും? ചതിക്കുന്നവൻ തന്നെ ചെല്ലും. മനസ്സിലാക്കണം. ഒരാളെ ചതിക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. ആ ചതിയും പിന്നെ ആ കുതന്ത്രവും അയാൾക്കല്ലാതെ ചേരൂല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഒരാൾ ചതിക്കുകയാണെങ്കിൽ ആ ചതിയുടെ എല്ലാ ദൂഷ്യഫലവും ലാസ്റ്റ് ആരിലേക്ക് തന്നെ വരും? അയാളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ കാലം അത് തിരിച്ചു കൊടുക്കും. അപ്പൊ മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ദൂഷ്യഫലമാണ് അയാൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ അവര് ആരൊക്കെയാണ് മുനാഫിക്കുകൾ, അവരിങ്ങനെ മുഅ്മിനീങ്ങളായി നടക്കുകയാണ്. പക്ഷെ അവരാരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് അല്ലാഹു തആല ആർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ പോയതിൽ നബിന്റെ കൂടെ നല്ല സജീവമായി നിന്ന ആളുകൾ 14 ആളുകൾ മുനാഫിക്കുകളാണ് എന്ന് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബോധനം കൊടുത്തിട്ടുണ്ട്. നബിയുടെ കൂടെയുള്ള അവരാരായിരുന്നു? മുഅ്മിനീങ്ങളുടെ ഭയങ്കര സജീവമായിരുന്നു. ആ മുഅ്മിനീങ്ങളുടെ സജീവമായി നടക്കും. ഉള്ളിൽ ദുരുദ്ദേശം വെച്ചെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ 14 ആളുകൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ ആ തബൂക്ക് യുദ്ധത്തിൽ പോയ സമയത്ത്. ഈ 14 ആളുകൾ ആരാണ്? ആ കൂട്ടത്തിൽ ആക്റ്റീവായി നിന്ന 14 ആളുകൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു? മുനാഫിക്കുകളാണ്. അപ്പൊ ഒരു നബിയെ ചതിച്ചെടുക്കുന്നത്. പക്ഷെ ചതിക്കുന്ന അവർ പൊട്ടന്മാരാണ്. കാരണം വെച്ചാല് ഞങ്ങൾ ചതിയന്മാരാണെന്ന് ശരിക്കുള്ള അറിവ് ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. നബിന്റെ മുമ്പിൽ മുഅ്മിനീങ്ങളെ അഭിനയിക്കുമ്പോഴും വിശ്വാസികളുടെ മുഅ്മിനീങ്ങളെ അനുഭവിക്കുമ്പോഴും നബിന്റെ ഉള്ള അവരോട് പറയുന്നുണ്ട്, നീ ആരാണ്? മുഅ്മിനല്ല, മുനാഫിക്കാണ്. മാത്രമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ 14 ആളെ ലിസ്റ്റ്, ആ 14 ആളെ റിപ്പോർട്ട്, ആ പേരും ആളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റ് ഡീറ്റെയിൽസ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് അവര് ചതിയായിട്ട് അഭിനയിക്കണം. പക്ഷെ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ദുററും പ്രയാസവും അവർക്ക് തന്നെ ഉള്ളത്. അവരെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഇനി നാളെ പരലോകത്തും ഇതേപോലുള്ള ചതിയന്മാർക്ക് ചില ശിക്ഷകളുണ്ട്. പരലോകത്ത് ചതിയന്മാർക്ക് ചില ശിക്ഷകളുണ്ട്. മുനാഫിക്കുകൾക്ക് പ്രത്യേകിച്ച് ശിക്ഷ ഉണ്ടാവും. എന്നുവെച്ചാല് പിന്നെ നരകത്തിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷയുടെ പ്രയാസത്തിൽ അനുഭവിക്കുന്ന സമയത്ത് ഒരു ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ, കരഞ്ഞു നിലവിളിക്കുമ്പോൾ അവർക്ക് സഹായം വരുന്ന ഫീൽ ഉണ്ടാവുന്നതാണ്. സഹായം വരുന്ന പോലെ തോന്നും. അങ്ങനെ നരകത്തിന്റെ വാതിലിനൊക്കെ അവർക്ക് തുറന്നു വെച്ചു കൊടുക്കും, പുറത്തേക്കുള്ള വാതില്. അങ്ങനെ എല്ലാവരും അവര് കരഞ്ഞ് സങ്കടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഈ വാതിലുകൾ തുറക്കപ്പെട്ടത് എന്ന് അവർ ധരിക്കുകയും അങ്ങനെ എന്ത് ചെയ്യും? അവർ ആ വാതിലിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വാതില് അടക്കും. അപ്പോ ആ ചതിയുടെ എഫക്റ്റ് ദുനിയാവില് ഒരു മനുഷ്യൻ ഒരാളെ ചതിച്ചാൽ ആ ചതിയുടെ എഫക്റ്റ് ദുനിയാവിൽ അയാൾക്ക് ഉണ്ടാവും, പരലോകത്തും അതിന്റെ എഫക്റ്റുകൾ അയാൾക്ക് ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ അവര് പറയുന്നതാണ്, അതിന് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും മനസ്സുവനെ. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലിൽ അവരെ കൊണ്ടുപോയി നിർത്തുന്നതാണ് ചതിയന്മാര്, മുനാഫിക്കുകളെ. എന്നിട്ട് സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് പോയി നിർത്തി സ്വർഗവും അതിന്റെ അനുഭവങ്ങളും അതിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഓരിങ്ങനെ മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് ഇപ്പൊ പ്രവേശിക്കും എന്ന അവസ്ഥയിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ വാതില് അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? കുട്ടി അടക്കും. ഇതൊക്കെ എന്താ വെച്ചാൽ മാനസികമായുള്ള അവരുടെ ആ ഒരു ക്ഷീണിപ്പിക്കലാണ്. അതോടുകൂടി അവർക്ക് എന്തുണ്ടാവും? ജീവിതത്തില് പിന്നീട് എവിടെയും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ അവർക്കുണ്ടാവും. ഇതൊക്കെയാണ് അവരോട് ചെയ്യുന്നത്. അവർ ചെയ്യുന്നതിന്റെ ഫലമായി അവർക്ക് കിട്ടാൻ പോണ ഇതൊക്കെയാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്.
ഒമയഖ്ദഊന അവർ ചതി നടത്തുന്നില്ല ഇല്ല അംഫുസഹും അവരോട് തന്നെയല്ലാതെ. ഒമയശ്ഉറൂൻ അവരത് മനസ്സിലാക്കുന്നില്ല. അറിയുന്നില്ല എന്ന് പറയാം, മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം. അറിയുന്നില്ല എന്നതിനേക്കാളും സ്ട്രോങ് ആണ് ഏത്? മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. അറിവും മനസ്സിലാക്കലും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അറിവാകുമ്പോ ചിലപ്പോൾ എന്താണില്ല, ഉൾക്കൊള്ളുന്നില്ല. അതാണ് പറയുന്നത്. ഷൂറ് എന്ന് പറഞ്ഞാലും ഇൽമ് എന്ന് പറഞ്ഞാലും അറബി ഭാഷയിലുണ്ട്. അറിയണില്ല എന്ന് നോക്കാം. ഷൂറ് എന്ന് പറഞ്ഞാലും എന്താണ്? അറിവ് തന്നെയാണ്. ഇൽമ് എന്ന് പറഞ്ഞാലും അറിവ് തന്നെയാണ്. ഷൂറും ഇൽമും തമ്മിൽ വ്യത്യാസം എന്താ? ഷൂറാകുമ്പോ ബോധത്തോടുള്ള അറിവാണ്. ഷൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാൻ തന്നെ അത് ബോധത്തോടുള്ള അറിവാണ്. ഉമായാലും തന്നെ അറിയില്ല പറഞ്ഞാൽ എന്താണ്? ാകാം. അറിഞ്ഞിട്ടും എന്താണ് ഉൾക്കൊള്ളായ്മ കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഉമായഷ്കുറുൻ എന്ന് പറയാനുള്ള കാരണം. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളാൻ അവർ ശ്രമിക്കുന്നില്ല. അതിന്റെ നിജസ്ഥിതി അവർ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ദൂഷ്യഫലം അവർ ഉൾക്കൊള്ളുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അവർ കാര്യമായ ബോധത്തിൽ ചിന്തിക്കണില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒമയശ്ഉറൂൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോ ഒമയഖ്ദഊന ഇല്ലാ അൻഫുസഹും വമ യശ്ഉറൂൻ അവരെന്തില്ല, കാര്യങ്ങൾ അവരെന്തില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് ഇതിൽ പറയാണ്. അപ്പൊ മുനാഫിക്ക് എന്ന സംഗതി എന്താണ്? അവൻ അറിയുന്നുണ്ട്, പക്ഷെ അറിവിനനുസരിച്ച് എന്തില്ല, പ്രവർത്തിക്കണില്ല. പ്രവർത്തിക്കാത്തത് കൊണ്ട് അതിന്റെ അനന്തര ദൂഷ്യഫലം അയാൾ ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതാണ് ആര്? മുനാഫിക്ക്. മുനാഫിക്കാവുമ്പോൾ എന്താണ്? അവൻ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും, പക്ഷെ ആ അറിവിനനുസരിച്ച് എന്തില്ല, അവൻ പ്രവർത്തിക്കണില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാത്തതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാവും? കുറെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. ആ ദൂഷ്യഫലങ്ങളെ കുറിച്ച് അവൻ എന്ത് ചെയ്യില്ല, ചിന്തിക്കുന്നില്ല. മുഅ്മിനാകുമ്പോൾ ആരാ? മുഅ്മിനാകുമ്പോൾ എന്താണ്? മുഅ്മിനാകുമ്പോൾ ആരാണ്? അവൻ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആ അറിവിനനുസരിച്ച് അവന്റെ കഴിവിന്റെ പരമാവധി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവനാണ് ആര്? മുഅ്മിൻ. അറിഞ്ഞത് മുഴുവൻ പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നില്ല. അറിഞ്ഞത് മുഴുവൻ എല്ലാം ചെയ്യാൻ കഴിയും നമുക്കില്ല. പക്ഷെ എല്ലാം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. നമ്മളോട് കഴിയുമായി ശ്രമിക്കണം. ആ ശ്രമമാണ് ദീൻ. ആ ശ്രമമാണ് അല്ലാഹു തആലയുടെ ഇഷ്ടം. പണിയെടുക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ പണിയെടുക്കാനുള്ള അവന്റെ നിയത്തും ഉദ്ദേശശുദ്ധിയും ആ ശ്രമവും, പിന്നെ സാഹചര്യം അനുകൂലമായ്മ, ശാരീരികമായ ശോഷണം, സമയത്തിന്റെ കുറവ്, അതൊക്കെ പിന്നെ വരുന്നതാണ്. പക്ഷെ അവന്റെ സന്നദ്ധത, വിധേയത്വം, അതാണ് അടിമത്തം, അതാണ് ഈമാൻ. മുഅ്മിനാവുമ്പോൾ കാര്യങ്ങൾ അറിയാൻ നോക്കുകയും അറിഞ്ഞതിനനുസരിച്ച് മാക്സിമം പ്രവർത്തിക്കാൻ ചെയ്യും. മുനാഫിക്കാണെങ്കിൽ കാര്യങ്ങൾ അറിയും, പക്ഷെ അറിഞ്ഞതനുസരിച്ച് എന്നില്ല, യാതൊരു പ്രവർത്തനവും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വേണ്ടി ആകണം എന്ന് അർത്ഥം. അല്ലാഹു തആല സഹായിക്കട്ടെ. അപ്പൊ ഫീ ഖുലൂബിഹിം എന്താണ്? അപ്പൊ യുഖാദിഊന അല്ലാഹുവിനോട് വഞ്ചന കാണിക്കുകയാണ്. വല്ലദീന ആമനൂ മുഅ്മിനീങ്ങളോട് വഞ്ചന കാണിക്കുകയാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും യഥാർത്ഥത്തിൽ അവർ വഞ്ചന കാണിക്കുന്നത് അവരോട് തന്നെയാണ്. വമാ യശ്ഉറൂൻ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറദുൻ എന്തുണ്ട്? ഒരു തരം രോഗമുണ്ട്. ആ രോഗം ഉണ്ടായതുകൊണ്ട് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു മറദൻ. ആ രോഗത്തിനെ അല്ലാഹു തആല എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഹൃദയത്തിൽ രോഗം വന്നതുകൊണ്ട് ആ രോഗത്തിന് എന്ത് ചെയ്തു? അല്ലാഹു തആല അവർക്ക് ഏറ്റിക്കൊടുത്തു. മറന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് ബാധിക്കുന്ന മനുഷ്യന്റെ ഒരു ഈക്വലായ മനുഷ്യന്റെ ആ സ്റ്റാൻഡേർഡിന് വ്യതിചലനങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥ ശരീരത്തിൽ ബാധിക്കുന്നതിനാണ് ഏത് പറയാ? മറന്ന് രോഗം എന്ന് പറയാം. ചിലപ്പോൾ അത് മനുഷ്യന്റെ എതിലേക്ക് വരെ പോവാം, മരണത്തിലേക്ക് വരെ എന്ത് ചെയ്യാം, സംഭവിക്കാം. ഇവിടെ മനുഷ്യന്റെ
പിന്നെ മനസ്സിന് ബാധിക്കുന്ന ആ പരിപൂർണതയ്ക്ക് കോട്ടം തട്ടുന്ന അവന്റെ മനസ്സിന് എഫക്റ്റ് ആവുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത്, മറന്ന് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ല നമ്മുടെ ശാരീരികമായ ഈ കുലൂബയും മറന്നാണ്, ഹൃദയത്തിലെ ഏതാണ് രോഗമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിലെ രോഗങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ഇപ്പൊ വിവരക്കേട്, അത് ഹൃദയത്തിന്റെ എന്താണ് രോഗമാണ്. മനുഷ്യന് ജഹല് ബാധിക്കുക എന്നുള്ളത് എന്താണ്? ജഹല് വരാന്നുള്ളത് ഏറ്റവും വലിയൊരു മറന്നായിട്ടാണ് മഹാന്മാർ പറയുന്നത്. മനുഷ്യന് ജഹല് വരാന്നുള്ളത്, വിവരക്കേട് വരാന്നുള്ളത് അതൊരു മറന്നാണ്, ഒരു രോഗമാണ്. ജഹല് വരാതിരിക്കാനുള്ള പണി മനുഷ്യൻ എടുക്കണം. ആ രോഗത്തിന് മനുഷ്യൻ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. അവന്റെ മോശമായ അഖീദ, വിശ്വാസത്തിലുള്ള മോശമായ കാഴ്ചപ്പാടുകൾ, അതൊരു രോഗമാണ്, ഹൃദയത്തിന്റെ രോഗമാണ്. ഹൃദയത്തിന്റെ മെയിൻ രോഗങ്ങൾപ്പെട്ട രോഗമാണ് ഹസദ്. മനുഷ്യനിൽ നിന്നുണ്ടാകുക, മറ്റുള്ളവരുടെ നിന്നുണ്ടാകുക, അസൂയ ഉണ്ടാകുക. ഹൃദയത്തിന്റെ രോഗമാണ് ഹുബ്ബുൽ മആസി, തെറ്റുകളോടൊരു ഇഷ്ടം ഉണ്ടാകുക. അത് വലിയൊരു രോഗമാണ്. തെറ്റ് ചെയ്യാനെന്നുണ്ടാകുക, ഈ തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ തെറ്റിനോട് എന്തുണ്ടാകണം? ഒരു മനുഷ്യന്റെ ദുർബലതയിൽ തെറ്റുകൾ പോവാം, പക്ഷെ തെറ്റിനോട് അപ്പോഴും മനുഷ്യൻ എന്തുണ്ടാകണം? ഒരു വെറുപ്പുണ്ടാകണം, പേടി ഉണ്ടാകണം, ഭയം ഉണ്ടാകണം. എന്നിട്ട് സംഭവിക്കാം, അത് വേറെ വിഷയം. പക്ഷെ തെറ്റിനോടൊരു ഇഷ്ടം ഉണ്ടാകുക എന്നുള്ളത് എന്താണ്? അത് രോഗമാണ്. തെറ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് രോഗമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇതെല്ലാമാണ് ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? രോഗമുണ്ട്. അപ്പൊ ഫസാദഹുമുല്ലാഹു മറദ, അല്ലാഹു തആല രോഗം യാസിയായി കൊടുത്തു. ഇവർക്കുള്ള രോഗം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയർച്ചയിലും വളർച്ചയിലും ഇവർക്ക് എന്തുണ്ട്? അസൂയുണ്ട്, ഉണ്ട്. ഓരോ യുദ്ധം കഴിയുമ്പോൾ ഇതോളം റസൂലും സഹാബികളും തീരും, ഇത് അവസാനിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടി റിലാക്സ് കിട്ടും എന്നാണ് അവര് വിചാരിച്ചത്. പക്ഷെ അല്ലാഹു തആല രോഗം യാസിയായി കൊടുത്തു. റസൂൽ ഇടപെടുന്ന ഓരോരുത്തരും ഓരോ സ്ഥലത്തും എന്ത് ചെയ്യാണ്? വിജയം കിട്ടുകയാണ്, ഉയർച്ച കിട്ടുകയാണ്, വളർച്ച കിട്ടുകയാണ്. അപ്പൊ ഇവരെ രോഗം എന്തായി? കൂടി. ഇവിടെ മാനസിക രോഗം കൂടെയാണ്. കാരണം ഇവര് വിചാരിച്ചെന്ന പിന്നെ നീണ്ട നിയമങ്ങൾ വരികയാണ്. ദീനിന്റെ നിയമങ്ങൾ വരുന്ന സമയത്ത് എന്താ പ്രശ്നം? ദീനിന്റെ നിയമങ്ങൾ വരുമ്പോ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തുടക്കത്തില് ഈമാനില്ലാത്തവർക്ക്. അപ്പോ ആ നിയമം മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രയാസമില്ലായിരുന്നു. അവരടുത്ത ഇങ്ങനെ കാത്തിക്കാണ്. അപ്പൊ ഈ നിയമത്തിൽ തന്നെ അവർക്ക് അസ്വസ്ഥത ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത നിയമം വരികയാണ്. അപ്പൊ പിന്നെ അതിനേക്കാൾ മാനസികമായ പ്രയാസമാർക്ക് വരികയാണ്, അവർക്ക് വരണം. അപ്പൊ ഹൃദയത്തിൽ രോഗം ഉണ്ടെങ്കിൽ, അസൂയ ഉണ്ടെങ്കിൽ, തിന്മയോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് അല്ലാഹു തആല എന്ത് ചെയ്യും? അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ അത് കൂട്ടിക്കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസൂയ ഉണ്ടെങ്കിൽ, കിബർ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള പണി നമ്മൾ എടുക്കണില്ലെങ്കിൽ ഫസാദഹുമുല്ലാഹു മറദ, അതിങ്ങനെ കൂടിക്കൂടി അതന്നെ ഒരു പണിഷ്മെന്റ് ആയിട്ട് അല്ലാഹു തആല ഇത് കൂട്ടിക്കൂട്ടി വലിയ നാശത്തിലേക്ക് ഈ മനുഷ്യനെ എത്തിപ്പിക്കും. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ ഈ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ, വലഹും അവർക്കുണ്ട് താനും അദാബുൻ ശിക്ഷയുണ്ട്, അലീമുൻ വേദനാജനകമായ ശിക്ഷയുണ്ട്, ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞത് കാരണം. അവർ പറഞ്ഞ കളവെന്താ? ഞങ്ങൾ ആരാണ്? വിശ്വാസികളാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്താണ് അവർ പറഞ്ഞത്? എന്തല്ല, യഥാർത്ഥത്തിൽ സത്യം അല്ല. അപ്പൊ കളവ് എന്നുള്ളത് എന്താണ്? നിഫാഖിന്റെ ഒരു മുനാഫികളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഏത്? കളവ് പറയാന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിന്മകൾ വെച്ച് വളരെ വൃത്തികെട്ട തിന്മയായിട്ടാണ് ദീൻ ഏതിനെ കാണുന്നത്? കളവിനെ കാണുന്നത്. മനുഷ്യന്റെ ന്യൂനത വെച്ച് ഏറ്റവും വലിയ ന്യൂനതയാണ് ഏത്? കളവ് പറയാന്നുള്ളതാണ്. അടിമത്തത്തിന്റെ മാർക്കറ്റിൽ പോലും കളവ് പറയുന്ന അടിമക്ക് തീരെ വില ഇല്ലാതാണ്. അടിമച്ചന്തയിൽ പണ്ടത്തെ കാലത്ത് തന്നെ കളവ് പറയണമെങ്കിൽ എന്താണ്? അടിമക്ക് വില വളരെ കുറവാണ്. എന്താണ്? ഏറ്റവും വലിയ അന്നെ അത് ന്യൂനതയായിട്ടുണ്ട്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പൊതുസമൂഹത്തില് വളരെ മോശമായ സംഗതിയാണ് ഏത് പറയാന്നുള്ളത്? കളവ് പറയാന്നുള്ളത്. അതാണ് അടിമച്ചന്തയിലൊക്കെ അടിമകൾക്ക്, കളവ് പറയുന്ന അടിമകൾക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റിൽ വില കുറവായിരുന്നു. അപ്പോ മനുഷ്യന്റെ സ്വഭാവങ്ങൾ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ്
കളവ് പറയാമെന്നുള്ളത്. ഈമാനും കളവും തമ്മിൽ എന്തുണ്ട്? രണ്ട് വശങ്ങളായിട്ടാണ് പറയുന്നത്. നോക്കൂ, മഹാന്മാർ പറയുന്നത് ഈമാനും കളവും തമ്മിൽ എന്താണ്? ഭാഗമാണെന്നാണ്. ഒരു ഭാഗം ഈമാനാണ്, മറുഭാഗം അതിന്റെ ഓപ്പോസിറ്റ് കളവാണ്. അപ്പൊ ഈമാന്റെ നേരെ എതിരിൽ വരുന്ന സംഗതിയാണ് ഏത്? കളവ്. അതുകൊണ്ടാണ് മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ സ്വഭാവമായിട്ട് അല്ലാഹു തആല എടുത്ത് പറയുന്നത് ഏതാണ്? കളവാണ്. കളവ് വളരെ മോശമായ സംഗതിയാണ് എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിൽ കദ്ബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ കദ്ബ് ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബാഹ്യം ആന്തരികമായിട്ട് അത് കദ്ബല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം കദിബ സലാസ കദിബാത്തിൻ. മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം കളവ് പറഞ്ഞു 3 കളവുകൾ എന്നാണ്. അരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് യഥാർത്ഥത്തിൽ ബാഹ്യമായി എന്താണ്? കളവാണ് എന്നുള്ളൂ. പ്രത്യക്ഷ ആന്തരികമായി അതെന്തല്ല, കളവല്ല. അപ്പൊ ബാഹ്യത്തിൽ കളവാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അതങ്ങനെ കളവായിട്ട് കളവ് എന്ന് നിലക്കെന്താണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. അതിന്റെ പേരിൽ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം പരലോകത്ത് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഷഫാഅത്തിന് പോലും ചോദിച്ചാൽ എനിക്ക് അതിന് അർഹതയില്ല എന്ന് പറയുന്നതാണ്. ആര്? ഇബ്രാഹിം അലൈഹി സ്വലാം. ജീവിതത്തിൽ 3 പ്രാവശ്യം കളവല്ലാതെ കളവ് രൂപത്തിൽ പറയേണ്ടി വന്നതിന് വേണ്ടി ജീവിതത്തിൽ 3 പ്രാവശ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 3 പ്രാവശ്യം കളവല്ല എന്നിട്ട് കളവിന്റെ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നതിന് പരലോകത്ത് എനിക്കൊന്നിനും അർഹതയില്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവാചകൻ. ദിവസം 3 പ്രാവശ്യം 30 പ്രാവശ്യം കളവ് പറയുന്നത് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? പടച്ചോക്കാക്കട്ടെ. ജീവിതത്തിൽ ആകെ 3 പ്രാവശ്യമാണ് എന്ത് ചെയ്തത്? കളവല്ലാഞ്ഞിട്ടും കളവ് രൂപത്തിൽ പറയേണ്ടി വന്നത് എന്നാണ്. അതിന് പരലോകത്ത് എനിക്കൊരു അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അതിന് പറയേണ്ട സാഹചര്യം കൊണ്ട് പറഞ്ഞതാണ്. ഒന്ന് ഇന്നി സഖീം എന്നാണ്, ഞാൻ രോഗിയാണ് എന്നാണ്. എന്തിനാണ് ആ പറയാൻ കാരണം? എന്തായിരുന്നു? അത് അവരുടെ ആരാധനയ്ക്ക് വിളിച്ചപ്പോൾ അതിന് വരാൻ പറ്റൂല. അപ്പൊ ഞാൻ രോഗിയാണ്, മാനസികമായിട്ട് ഇതിൽ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മരണത്തിലേക്ക് പോവാണ്, രോഗിയാകുമ്പോൾ മരണത്തിലേക്ക് പോകും. ആ നിലക്കൊക്കെയാണ് പ്രവാചകൻ സൂചിപ്പിച്ച്. രണ്ടാമത് ആ വിഗ്രഹങ്ങളെ കഴുത്ത് വെട്ടിയ ആളാച്ചോ ബൽ ഫഅലഹു കബീറും, അതിന് വലിയ വിഗ്രഹമാണ് അതിനെ കൊന്നത് എന്ന് പ്രഖ്യാപിച്ചു. അതൊരു പ്രത്യക്ഷത്തിൽ കളവാണ്. മറ്റുള്ള വിഗ്രഹങ്ങളെ കഴുത്തൊക്കെ വെട്ടി വലിയ ആളെ തോളിൽ എന്ത് ചെയ്തു? ഓടാൻ ഇട്ടുകൊടുത്തപ്പോ അയാളാണ് കൊന്നത് എന്ന് ആര് പറഞ്ഞ്? ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു. അയാളാണ് എന്ന് തോന്നിച്ച രൂപത്തിൽ പറഞ്ഞതാണ്. ഒന്ന് കബീർ ആരാ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു തആലയാണ്. അപ്പോഴത്തെ ഇലാഹ ആണെങ്കിൽ അത് ചെയ്യണമല്ലോ. അപ്പോ അതിന്റെ നിങ്ങൾ ചെയ്യുന്നത് മൗഢ്യത്തരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാണ്. മൂന്നാമത്തെ സംഗതി ആദാ ഉഖ്തി എന്ന് പറഞ്ഞു. ഭാര്യയെ കുറിച്ച് എന്റെ സഹോദരിയാണ്. എന്താണ്? ഒരു രാജാവ്, അന്നത്തെ രാജാവിന്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിച്ച സ്ത്രീയെ ആരും കൊണ്ടുപോകും? രാജാവ് കൊണ്ടുപോകും. എന്താ കാരണം? വിവാഹിത അല്ലാത്ത സ്ത്രീയെ മുപ്പര് പിടിക്കൂല. ഒരു സ്ത്രീ ഒരു പുരുഷനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ സ്ത്രീയെ ആർക്ക് വേണം? രാജാവിന് വേണം. കാരണം എന്താണ്? ഈ നാട്ടിൽ ഒരു സ്ത്രീ ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏറ്റവും തിരഞ്ഞെടുക്കാൻ അർഹനാരാ? രാജാവായ ഞാനാണ്. അപ്പൊ അവൾക്ക് ഭർത്താവാകാൻ അർഹൻ ആരാണ്? ഞാനാണ് എന്നാണ് ന്യായം. ഒരു സ്ത്രീ ഒരു വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അവളെ കൊണ്ടാണെന്നില്ല. ഒരു സ്ത്രീ വേറെ ആളെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് അയാളെ ന്യായം. അപ്പൊ വിവാഹം കഴിച്ച സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? മൂപ്പരെന്ത് ചെയ്യും? പിടിച്ചുകൊണ്ടോ? അതാണ്. അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് ചോദിച്ചപ്പോ ഇബ്രാഹിം സാഹിബ് ആദി ഉഖ്തി എന്നാണ്, എന്റെ സഹോദരിയാണ്. സഹോദരിയാണെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്താണ്? ഭാര്യയില്ലല്ലോ. പക്ഷെ ഇവിടെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും എന്താണ് അതിനെ പിന്നെ തലമുറയെ നോക്കുമ്പോ എന്താണ്? സഹോദരിയാണ്. ഈ നിലക്കാണ് ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞത്. അതിന്റെ പേരിൽ ഇബ്രാഹിം നബി ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അള്ളാഹുവിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? തൗബ ചെയ്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഈ ഉമ്മത്തിനെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കളവ് പറഞ്ഞിട്ട് പാറ്റകൾ തീയിലേക്ക് പോകുന്നതിന് നരകത്തിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു. എന്താ എനിക്ക് പറ്റിയത്? റസൂൽ പറയണേ,
പാറ്റകൾ തീയിലേക്ക് പോകുന്നത് പോലെ നിങ്ങളിൽപ്പെട്ടവർ കളവ് പറഞ്ഞു എവിടേക്ക് പോവാണ്? നരകത്തിൽ പോവാണ്. പാറ്റകൾ തീയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ലൊരു പ്രയോഗമാണ്. ആര് ബ്ലോക്ക് ചെയ്താലും നേരെ തീയിലേക്ക് പോകുന്ന രീതിയാണ് അത് പാറ്റകൾ സ്വീകരിക്കുന്നത്. അപ്പൊ വളരെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോഴാലും നരകത്തിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യന്റെ ഏത് കളവ് എന്ന് മനസ്സിലാക്കാം. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് കളവ് പറയാം. ഒന്നിക്കൽ യുദ്ധത്തിൽ, ഒരു സഹാബി യുദ്ധത്തിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി ഇസ്ലാം സ്വീകരിച്ചപ്പോ ഇതിൽ നല്ല വിദഗ്ധനാണ്. റസൂൽ പറഞ്ഞു, എന്റെ കഴിവ് നീ ദീനിനു വേണ്ടി ഉപയോഗിച്ചോ എന്ന് പറഞ്ഞപ്പോ രണ്ട് ഗോത്രങ്ങൾ യഹൂദരെയും മുശ്രിക്കുകളെയും മക്കക്കാരെയും തമ്മിൽ എന്ത് ചെയ്ത് തെറ്റിച്ചു. ആര്? കളവ് പറഞ്ഞിട്ട്. ആര്? ഈ സഹാബി. ആ യുദ്ധത്തിൽ പറ്റും. ഒരിടത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളിൽ 10 ആളുകളെ പിന്നെ മുഹമ്മദ് നബി ചോദിക്കും. പിന്നെ ആദ്യം പറഞ്ഞു, ഒരു ഗോത്രത്തോട് പറഞ്ഞു, നിങ്ങൾ 10 ആളുകളെ എന്ത് ചെയ്തോണ്ടി വേങ്ങി വെച്ചോണ്ടി. കാരണം വെച്ചാല് ഇവർ ഇട്ടെറിഞ്ഞു പോയാല് കാല് മാറാൻ ചാൻസ് ഉണ്ട്. 10 ആൾക്കാർ ഇവിടെ തക്കന്മാരുണ്ടെങ്കിൽ സേഫ് ആവും പറഞ്ഞു. അവിടെ പോയിട്ട് എന്ത് പറഞ്ഞ്, നിങ്ങളടുത്ത് വന്നിട്ട് 10 ആളുകളെ അവർ ചോദിക്കും. അത് പ്രവാചകനോട് അവർക്ക് ധാരണ ഉണ്ട്. 10 ആളെ പിടിച്ചെടുത്ത യുദ്ധം ഒഴിവാക്കാന്നാ പറയുന്നത്. അപ്പൊ 10 ആളെ കൊടുക്കരുത് മനസ്സിലായില്ലേ? അങ്ങനെ ഇവര് നല്ല ഐഡിയ ആയിട്ട് 10 ആളെ പോയി ചോദിച്ചു ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി ഇതെന്താണ്? നോയമ്പ് നല്ല മനുഷ്യനാണെന്ന് പറയും. കാരണം നോയമ്പ് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ ഐഡിയ കിട്ടിയത്. പാവൻ നോയമ്പ് പറഞ്ഞ എത്ര സത്യമാണ്. നോയമ്പ് നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നോയമ്പ് എന്ത് ചെയ്തത് ഇവര് വരുന്നത് പറഞ്ഞത്. അപ്പൊ നോയമ്പ് എത്ര നല്ല മനുഷ്യൻ, നോയമ്പ് പാവമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരികയുണ്ട്, നിങ്ങളേറ്റ് നമ്മളെന്തില്ല ഒരു ഇടപാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്ത്, രണ്ട് യഹൂദരും മുസ്ലിങ്ങളും തമ്മിൽ എന്ത് ചെയ്ത് ആ കരാറാണ് അവസാനിപ്പിച്ച്. അതുകൊണ്ട് ആ യുദ്ധം തന്നെ എന്ത് പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇതൊരു കഴിവാണ്. ചിലർക്ക് കഴിവുണ്ടാവും, കുത്തിത്തിരിപ്പിനും ചതിക്കാനും പിന്നെ കളവറകളൊക്കെ ഉണ്ട്. ആ കഴിവ് നല്ല കാര്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കളവ് പറയാം, അതുപോലെ തന്നെ രണ്ടാളുകൾക്കിടയിൽ മസലത്തിന് കളവ് പറയാം, അതുപോലെ തന്നെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയാം. പെണ്ണുങ്ങളിങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ഏറ്റവും ഇഷ്ടം അത് എടുക്കാറ് ചോദിക്കും. പെണ്ണുങ്ങൾ ചോദിക്കും, പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. പിന്നെ നീയാണ് നീണ്ടിനും പറയൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ആ കുടുംബം മുന്നോട്ട് പോകില്ല. അപ്പൊ നീയാണ് എന്ന് പറയുന്നതിനും അഞ്ഞ് കളവാണെങ്കിലും പറയണം എന്നാണ് ദീൻ പറയുന്നത്. തിരിച്ചു പെണ്ണിനും അങ്ങനെ പറയാം കേട്ടോ. അപ്പോ ഇങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രമാണ് ദീൻ കളവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ കളവ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ദീനിലെ വളരെ മോശമായ സംഗതിയാണ്. അള്ളാഹു തആല പറയുന്നത്, വലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ. ഞാൻ പറഞ്ഞത് ഭാര്യമാരും ഭർത്താക്കന്മാരും കളവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭദ്രത എന്ന് പറഞ്ഞാൽ അത്രയും മൂല്യം കൽപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതിന്റെ ഗുണത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. അല്ലാതെ വെറുതെ എങ്ങനെ നുണ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പറ്റിക്കണം എന്നർത്ഥം. പെണ്ണുങ്ങൾക്കുള്ള ഹദീസ് മനസ്സിലാക്കണം. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങളോട് കളവ് പറയാന്നുള്ളത്. പെണ്ണുങ്ങൾക്ക് തിരിച്ചു ആരോടും പറയാം, ആണുങ്ങളോടും പറയാം. അപ്പൊ ഈ ഹദീസ് അവരും കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് വെച്ചാൽ കുടുംബ ഭദ്രത ആണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? വലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർ കളവ് പറഞ്ഞുകൊണ്ട്. ആ മുനാഫിക്കുകൾക്ക് അവരുടെ ഒരു മെയിൻ സ്വഭാവമാണ് എന്ത് ചെയ്യുക, കളവ് പറയുക എന്നുള്ളത്. അല്ലാഹു തആല നമ്മളെ അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ, നിഫാഖിൽ നിന്ന് അല്ലാഹു തആല കാക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതെല്ലാം സ്വലിഹ് അമലാക്കി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.